ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനമായാലും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 33 മുതലുള്ള തിരുവചനത്തിലായാലും നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, സ്വർഗത്തിൽ വലിയവൻ ആരാണ് എന്ന്. അപ്പോൾ യേശുനാഥന് ഉത്തരം പറയുവാനായിട്ട് ഒരു ശിശുവിനെ അവരുടെ മധ്യം നിർത്തുകയാണ്. എന്നാൽ ഇതേ സുവിശേഷ ഭാഗം നമ്മള് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാകുന്നു. തർക്കത്തിന്റെ വിഷയം തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന്. അപ്പോൾ ഇതിന് മറുപടി പറയുവാനായിട്ടും യേശുനാഥൻ ഒരു ശിശുവിനെ അവരുടെ മധ്യം നിർത്തുന്നു. ഇനി ഈ 3 സുവിശേഷങ്ങളിലും, അതായത് 2 സുവിശേഷങ്ങളില് മത്തായിയുടെയും മാർക്കോസിന്റെയും സുവിശേഷത്തിൽ സ്വർഗത്തിൽ വലിയവൻ ആരാണെന്ന് ചോദിച്ചപ്പോഴും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ചോദിച്ചപ്പോഴും അതിന് ഉത്തരം പറയുവാനായിട്ട് യേശു ചെയ്തത് സെയിം കാര്യമാണ്. എന്താണ്? അവരുടെ മുമ്പിൽ ഒരു ശിശുവിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം പറയുന്നു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ പോലെ ആകുന്നവനും ഈ ശിശുവിനെ സ്വീകരിക്കുന്നവനുമാണ് സ്വർഗത്തിൽ വലിയവൻ, നിങ്ങളിൽ വലിയവൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക? നീ ഭൂമിയിൽ ജീവിതത്തിലായാലും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവനായാലും നീ സ്വയം എളിമപ്പെട്ട് ശിശുവിനെ പോലെ ആകണമെന്നാണ്. അപ്പോൾ എളിമ നിറഞ്ഞ ആ മനോഭാവത്തോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവം അവനെ എടുത്ത് ഉയർത്തും. അത് തന്നെയല്ലേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടുത്തെ ദാസിയെ, ആ ദാസിയുടെ എളിമയെ കടാക്ഷിച്ചു. അതിനാൽ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നീ ഭാഗ്യം ചെയ്യുന്നവനാകണമെങ്കിൽ, നീ ഭാഗ്യം ചെയ്തവളാകണമെങ്കിൽ എളിമയോടുകൂടെ ജീവിക്കാൻ പരിശ്രമിക്കുക. ആയതിനാൽ നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.